ആഹാരം കഴിക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ പ്രായമായ നല്ല പ്രായമായ ഒരു ഉപ്പയുണ്ട്, അച്ഛൻ. ഈ ഉദ്യോഗസ്ഥനായ ആളിന്റെ പിതാവ് നല്ല പ്രായമാണ്. പ്രായമായതുകൊണ്ട് ഈ ആഹാരം വിളമ്പി കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും വിദ്യയും ഈ അവിടെ ആളിനെ തേടി വന്നിരുന്ന് കഴിക്കുമ്പോൾ ഈ ആഹാര സാധനങ്ങളാണെങ്കിൽ നിലത്തിൽ പ്രായമായ ആളുകൾ കഴിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ, ഉദ്യോഗസ്ഥനായ മകന്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഇത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിതാവിന്റെ ആഹാരം വലിച്ചു വാരിക്കുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ എന്ത് ചെയ്തു? ഈ ഉദ്യോഗസ്ഥനായ മകൻ പിതാവിനോട് പറഞ്ഞ, അച്ഛൻ ഇനി മുതൽ ആളിരുന്ന് കഴിക്കേണ്ട, അച്ഛൻ്റെ റൂമിലിരുന്ന് കഴിച്ചാൽ മതി, ആഹാരം അവിടെ ഇരിക്കും. ചുരുക്കി പറഞ്ഞാൽ റൂമിന്റെ ഉള്ളിലാക്കി അച്ഛൻ. അങ്ങനെ അച്ഛൻ പിന്നീട് അച്ഛൻ്റെ ഒരു പ്രത്യേകമായ പാത്രങ്ങൾ ആഹാരം കഴിക്കാതെ കുടിക്കാനൊരു കുന്തകള ഒരു സാധനമുണ്ട്. അപ്പൊ ഇതിനാണ് ആഹാരം കൊണ്ട് കൊടുക്കുന്നത്. അച്ഛൻ വെളിയിലിറങ്ങേണ്ട കാര്യമില്ല, ആഹാരം സമയാസമയം അവിടെ ചെല്ലും. അങ്ങനെ ഇരിക്കവേ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ പ്രായമുള്ള പിതാവ് മരണപ്പെട്ടു. സംസ്ഥാന ചലനമെല്ലാം കഴിഞ്ഞു. ഉദ്യോഗസ്ഥനായ മകൻ പിതാവ് കഴിഞ്ഞിരുന്ന റൂം നല്ലതുപോലെ വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ 10 വയസ്സുകാരനായ ഈ ഉദ്യോഗസ്ഥന്റെ മകനെ കൂടെ വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കാൻ കൂടെ കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഇവർ സഹായം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഈ അപ്പൂപ്പന് ആഹാരം കൊടുക്കുന്ന പാത്രത്തിലവിടെ മോനെ പാത്രത്തിലെടുത്തു. വെളിയോട് പോയി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ കഴിയിട്ട് നല്ല വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥനായ അച്ഛൻ ചോദിച്ചു, മോനെ, ഞാനിവിടെ വേറെ ജോലി ചെയ്തപ്പോൾ ഇത്ര നേരം എന്റെ കൂടെ നിന്നല്ലോ, ഈ പാത്രം കഴുകാൻ പാത്രം നിനക്ക് ഭയങ്കരമായ ആകാംക്ഷയോടുകൂടി നീ ഇറങ്ങിപ്പോയി പാത്രം കഴുകിയിട്ടുണ്ടോ? എന്താണ് അതിന് ഉദ്ദേശിച്ചത്? അതെ, അച്ഛനും വയസ്സാണ്, അപ്പൂപ്പനൊക്കെ വയസ്സായി, അതുപോലെ അച്ഛനും വയസ്സാവുമ്പോൾ അച്ഛനെ ഒരു റൂമിലേക്ക് ഞാൻ കേട്ടിട്ട് അന്ന് അച്ഛൻ ആഹാരം തരാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം കഴിക്കുകയാണ്. കണ്ടുപിടിക്കുക, നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ മക്കളെ കണ്ടുപിടിച്ച് നമ്മളെ പോലെയല്ല, നല്ല ബ്രില്യൻ്റാണ്. ഇവരിതെല്ലാം കണ്ടു പഠിച്ചിട്ട് ഇവർ നോക്കിയിട്ട് നല്ലത് തരും. അതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളാണ്, നല്ല നല്ല കേൾക്കുക. ഇതൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കളെ നാളെ നമുക്ക് ഉപകാരമുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളായിട്ട് മാറിയത്. ഇല്ലായെന്നുണ്ടെങ്കിൽ പരാജയമാവും. നമ്മളെ കാക്കുവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വഭാവങ്ങളിലെ, നമ്മുടെ രീതികളിലെ മാറ്റങ്ങൾ നമ്മൾ കുറയ്ക്കണം. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്ന ഏത് പ്രായം പറയും? ഈ 6 വയസ്സിൽ പ്രായം. എത്ര വയസ്സാണ്? ഈ 13-14 വയസ്സാകുന്ന കുട്ടികൾക്ക് വൃത്തികേട് കൂടുതലാണ്. ഇത് കാരണം ഒക്കെ അറിയാം. കാരണം അത്ര നാളുകളുടെ കൂടെ നിന്ന് വീട്ടിൽ ചുറ്റുപറ്റിയൊക്കെ നിന്ന് പിന്നീട് അവർ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്ന സമയമാണ്. ഉമ്മാടെ ഹൈറ്റ് ഉണ്ടോ പറയും, ഉമ്മാടെ ഹൈറ്റ് കിട്ടാൻ. പിന്നീട് വന്നിട്ട് കണ്ണാടി മീശ വരുന്നുണ്ടോ? അപ്പോൾ മീശയെ കൊണ്ട് പറഞ്ഞു ഉമ്മാടെ ഹൈറ്റ് ആകുമ്പോൾ ഞങ്ങളെ മറ്റൊരാളായിപ്പോയി, ഇനി ഞങ്ങളെ ഉപദേശിക്കാതെ ഉമ്മയും പാപ്പയും വരണ്ട എന്ന് മാനസികമായി മക്കളെ തീരുമാനമെടുക്കുന്ന സമയത്ത് ആ മക്കളെ 2 വയസ്സിന് 3 വയസ്സിന് ഉപദേശിച്ചതുപോലെ ഉപദേശിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അവിടെ അങ്ങനെ ഉപദേശം കൊടുക്കരുത്. അവിടെ ആ മക്കൾ നേരെ ഉപദേശിക്കും. ഞാനൊരു ഉദാഹരണം, നമ്മുടെ വീട്ടിലെ കാര്യം മാത്രമല്ല, മാങ്ങ പറിക്കാനായിട്ട് നമ്മൾ തോട്ട വയ്ക്കും. തോട്ട വെച്ചിട്ട് മാങ്ങ പറയും അല്ലേ? ഒരു കുഴപ്പമില്ല, മാങ്ങ എടുക്കുമല്ലോ. അപ്പൊ ഈ മാവിനടുത്ത് തെങ്ങ് കഴിച്ച് വലുതാണ്. അപ്പൊ ഈ തെങ്ങിലെന്ത് വയ്ക്കും? തേങ്ങ വയ്ക്കും. അപ്പൊ ഈ തേങ്ങ വയ്ക്കാനായിട്ട് ഈ മാങ്ങ തോട്ടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമോ? കിട്ടൂല. പറയാൻ പറ്റുമോ? പിന്നെന്തെങ്കിലും മാങ്ങ പറിക്കുന്ന തോട്ടം കൊണ്ട് തേങ്ങ പറിക്കാൻ പോയ തെങ്ങിനെ ചെയ്തൊരു കാര്യമില്ല. പിന്നെന്തെങ്കിലും തെങ്ങ് കുടിക്കണം. അങ്ങനെ ഏൽപ്പിക്കലല്ല. അപ്പൊ നമ്മളിങ്ങനെ തോട്ട തന്നെ മാറ്റി കുറച്ചുകൂടെ വലിയ തോട്ടെ, ചെറിയ മാറ്റങ്ങൾ തോട്ടയ്ക്ക് വരുത്തി കൊടുത്താൽ ആ തോട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അത് പ്രത്യേകതയാണ്. അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഈ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ടീച്ചർമാർ ഒരു ദിവസം വൈകുന്നേരം എഡിസൺ വരുമ്പോൾ എഡിസൺ എനിക്ക് ഒരു കത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ കത്ത് കൊണ്ടുവന്ന് മാതാവിന്റെ കയ്യിൽ കൊടുക്കാൻ. അങ്ങനെ എഡിസൺ ഈ കത്തുമായി വന്ന് മാതാവിന്റെ കയ്യിലേക്ക് കത്ത് കൊടുക്കുമ്പോൾ മാതാവ് ഈ കത്ത് മേടിച്ച് ഇങ്ങനെ വായിച്ചു നോക്കി. ഇങ്ങനെ വായിച്ചു നോക്കിയതിനു ശേഷം ഭയങ്കരമായി കരഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന എഡിസനും വല്ലാത്ത സങ്കടമായിട്ട് അമ്മ എന്തിനാണ് കരയുന്നത്? അങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കുന്ന എഡിസനെ ആ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ മകൻ ചോദിച്ചു, അമ്മ എന്തിനാണ് കരയുന്നത്? എന്താണ് ടീച്ചർ നമ്മളുടെ കഥയുള്ളത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഒരു വായിച്ചു തരാം, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. അമ്മ വായിച്ചു തുടങ്ങിയാണ്. നിങ്ങളുടെ മകൻ വളരെ സാധ്യതകളും കഴിവുകളുമുള്ള ഒരു ബ്രില്യൻ്റായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഇത്രത്തോളം കഴിവും ബുദ്ധിയും ഒക്കെയുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയോ ഞങ്ങളുടെ ഈ സ്കൂളിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. ഈ കുട്ടിക്ക് പറ്റുന്ന ഒരു നിലവാരമുള്ള സ്കൂളല്ല ഞങ്ങളുടേത്. നിങ്ങളുടെ മകൻ നല്ല ബുദ്ധിയുള്ള മകനാണ് എന്നുള്ള നിലയിൽ ടീച്ചറിന്റെ എടുത്ത് മകനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ മകനെ കരുതിയില്ല, അത്രയും വലിയ എടുക്കലായിരുന്നു മകനെ. അങ്ങനെ ആ മകനെ പിന്നെ സ്കൂളിൽ വിട്ടില്ല. ആ അമ്മയുടെ ശിക്ഷണത്തിൽ തന്നെ കുട്ടിയെ വളർത്തി ആ കുട്ടി പിന്നെ വളർന്നു പഠിച്ച് മെഡിക്കലായി ലോകം അറിയപ്പെടുന്ന വലിയ ഒരാളായി. ഇത്രത്തോളം 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹാനായി. 1000-ഓളം കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവാണ് തോമസ് ആൽവാ എഡിസൺ. 19 വർഷം കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഈ മകൻ എന്ത് ചെയ്യുന്നു? അമ്മയുടെ മനസ്സ് 35-ാമത്തെ വയസ്സിൽ നടക്കുമ്പോൾ മകൻ അമ്മയുടെ റൂം വൃത്തിയാക്കുമ്പോൾ അരമാരയുടെ ഉള്ളിൽ ഇരുന്ന ഒരു പഴയ കത്തെടുക്കുകയാണ്. ആ പഴയ കത്തെടുത്തിട്ട് മകൻ ഇങ്ങനെ ഒന്നിച്ച് വായിക്കുമ്പോൾ ആ കത്തിൽ എഴുതിയിരിക്കുന്നത് മകൻ അത്ഭുതത്തോടു കൂടി നോക്കി. എന്താ എഴുതിയിരിക്കുന്നത്? പണ്ട് ടീച്ചർ കൊടുത്തത്. അമ്മ അന്ന് വായിച്ചുള്ള നല്ല പ്രതീക്ഷയുള്ള മകനാണെന്ന് പറഞ്ഞ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു? നിങ്ങളുടെ മകൻ കേവലം ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. ഈ കുട്ടിയെ പഠിപ്പിച്ച് സമയം കളയാൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിലാക്കുകയും എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് മകനെ അത് ഓഫാക്കണം. ഈ മകനെ ഇങ്ങനെ ഒരു നിർദ്ദേശമായിരുന്നു സ്കൂളിൽ നിന്ന് കൊടുത്തു. പക്ഷെ അമ്മ എന്ത് ചെയ്തു? കൈവിട്ടില്ല, മകനെ ഉയരങ്ങളിലേക്ക് കൊണ്ടു. അപ്പോൾ ഒരു അമ്മയുടെ ഒരു സഹകരണവും സ്നേഹവും കരുണയും ലാളനയും എല്ലാം ഉള്ളതിനുള്ളിൽ നിങ്ങൾക്ക് വളർന്ന് വലിയ സ്ഥാനങ്ങളിലെത്താം. അപ്പോൾ വേണ്ടത് സ്നേഹമാണ്, കരുണയാണ്. മക്കൾക്ക് നല്ല നല്ല ലക്ഷ്യബോധങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുഹമ്മദ് ഫാത്തിഹ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ. ഈ മുഹമ്മദ് ഫാത്തിഹിനെ പ്രിയപ്പെട്ട ഉമ്മ ക്രിസ്തീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുൾ എന്നൊക്കെ പറയുന്നുണ്ടോ? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും കവാടമായ തുർക്കി. ആ തുർക്കിയുടെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അവ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പ്രൗഢിയുടെ വലിയ ഒരു കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു കാലത്തായിരുന്നു മുമ്പ്. അപ്പോൾ അന്ന് നെപ്പോളിയൻ പോലെ പറഞ്ഞത് ലോകം മുഴുവനും ഒരു രാജ്യമാവുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്ന് പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിൾ വളരെ മനോഹരമായ ഒരുപാട് പ്രൗഢിയുടെ കൊടുമുടികളും കെട്ടിടങ്ങളും ആഡംബരങ്ങളും സംവിധാനങ്ങളും പൂന്തോപ്പുകളും ഒക്കെയുള്ള വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കിസ്കന്തീനി. ഈ കിസ്കന്തീനി എന്ന് പറഞ്ഞാൽ AD 330 ക്രിസ്തുദ്ദീൻ എന്ന് പറയുന്ന ഒരു രാജാവിനാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണശിലാകേന്ദ്രമായിരുന്നു ഈ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ളത് ആരാലും സാധ്യമല്ല. അത്രയും വലിയ സുശക്തമായ സൈനിക സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് ആദരമായ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഒരു ഹദീസ് പറയുന്നു, ലതുഫ്തഹുൽ ഖിസ്തന്തീനിയ, തീർച്ചയായിട്ടും ഈ ഖിസ്തന്തീനിയ പിടിച്ചെടുക്കപ്പെടും. ഒരുപാട് രാജാക്കന്മാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ ഇബ്നു അബീ സുഫിയാൻ, അതുപോലെ മലിക്കുൽ ഹജർ, അതുപോലെ തന്നെ ഇമാം ഹാറൂൻ റഷീദ്, ഒരുപാട് രാജാക്കന്മാർ ഖിസ്തന്തീനിയെ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ ആയുധബലത്തിന്റെ മുന്നിൽ എല്ലാവരും പരാജയപ്പെടുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ലതുഫ്തഹുൽ ഖിസ്തന്തീനിയ, ഈ ഖിസ്തന്തീനിയെ പിടിച്ചെടുക്കപ്പെടുന്നത്. വലനിഅമൽ അമീറു
ഹദീസുമായി ഉമ്മ മുഹമ്മദ് ഫാത്തിഹ് എന്ന് പറയുന്ന മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ സായം സന്ധ്യകളിൽ ഈ മകനെയും കൊണ്ട് ഇസ്തന്തീനിയുടെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് ഉമ്മ കൈകൈട്ട് മുഹമ്മദ് ഫാത്തിഹിന്റെ തലയിൽ നിന്ന് തലോടി ഒരു ചെറിയ ചുടുചൂടനൊക്കെ കൊടുത്തുകൊണ്ട് ആ ഉമ്മ സ്നേഹത്തോടുകൂടി മകനോട് പറയും, മോനെ, ആ കാണുന്ന മനോഹരമായ സ്ഥലം, ആർക്കും പിടിച്ചെടുക്കാൻ പറ്റാത്ത പ്രൗഢിയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ആ സ്ഥലം പിടിച്ചെടുക്കുന്ന ആളാണ് ഏറ്റവും നല്ല നേതാവെന്ന് നിമിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉമ്മയുടെ ഒരു ആഗ്രഹം, എൻ്റെ പൊന്നുമോനായിരിക്കണം ആ കോൺസ്റ്റാന്റിനോപ്പിൾ, ആ കാണുന്ന ഇസ്തന്തീനിയ പിടിച്ചെടുക്കുന്നത് എൻ്റെ പൊന്നുമോനാകണമെന്ന് ഉമ്മ ഈ മകനോട് ഇങ്ങനെ നിർദ്ദേശം കൊടുത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ഈ മകനെ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇങ്ങനെ കാണാറുള്ളൂ. അവിടുത്തെ ചരിത്രങ്ങളും സംഭവങ്ങളും ഓരോ രാജാക്കന്മാരെ പരാജയപ്പെടുത്താമെന്ന് പരാജയപ്പെട്ടു പോയ കഥകളൊക്കെ ഈ മകനെ പറഞ്ഞു കൊടുത്ത് അവസാനം ഈ മുഹമ്മദ് ഫാത്തിഹ് എന്ന മകനെ ഉമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു ആവേശത്തിൽ ഇവൻ വളർന്നു വലുതായി വലിയ മകനായി അവസാനം ക്രിസ്താബ്ദം 670 ഒരു റബീഉൽ ആഖിർ മാസം 20-ാം തീയതി മുഹമ്മദ് ഫാത്തിഹ് എന്ന മോൻ 2 ലക്ഷത്തോളം വരുന്ന സൈന്യവും 320ഓളം കപ്പൽ പടയാളികളുമായിട്ട് ഇസ്തന്തീനിയെ ഉപരോധിച്ചു. ഇസ്തന്തീനിയുടെ ചുറ്റും വളർന്നു 320ഓളം കപ്പലുകളും ലക്ഷക്കണക്കിന് സൈന്യത്തിനെയും കൊണ്ട് ഉപരോധിച്ചു. ആ കടലിലൂടെ അവർക്ക് ഇസ്താംബൂളിലേക്ക് കടക്കാൻ പറ്റിയില്ല. കാരണം കടലിന് കുറുകെ അവരെ ചങ്ങല കെട്ടിയിരുന്നു. 3 സൈന്യം കടലുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു ഇസ്തന്തീനി. ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവിടെ ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് കരയിലേക്ക് കടത്തിവിടാത്ത രീതിയിൽ അവർ ബന്ധിച്ച് കളഞ്ഞപ്പോ ഈ മുഹമ്മദ് ഫാത്തിഹിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചരിത്രങ്ങളിൽ കാണാം, കപ്പലിനെ മരുഭൂമിയിലൂടെ ഓടിച്ച് കെട്ടിവലിച്ചുകൊണ്ട് അവർ ചെന്ന് മരുഭൂമിയിലൂടെ കെട്ടിവലിച്ച് ചങ്ങലകളില്ലാത്ത ഭാഗത്തിലൂടെ കൊണ്ട് കടലിലിറക്കി അകത്ത് കയറി പോയി 40 ദിവസത്തെ ഉപരോധത്തിനൊടുവിൽ ഇസ്തന്തീനിയെ പിടിച്ചെടുത്ത മുഹമ്മദ് ഫാത്തിഹ്. ആ മുഹമ്മദ് ഫാത്തിഹ് പിടിച്ചെടുക്കാനുള്ള കാരണം ഉമ്മയുടെ ഉപദേശമായിരുന്നു, ഉമ്മയുടെ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല നല്ല നിർദ്ദേശവും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന ഉമ്മമാരായിട്ട് നമ്മൾ സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതുമായി എപ്പം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങളുടെ നാട്ടിലേക്ക് അവസ്ഥ എങ്ങനെ എനിക്കറിയില്ല. ക്രിസ്മസ് വരികയാണ് അല്ലേ? ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി തിന്നണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും അല്ലേ? മക്കളൊക്കെ പറയും, എല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ ഡിസംബർ 25-ന് അന്ന് തന്നെ കേക്ക് ഉണ്ടാക്കണമെന്നില്ല. കേക്ക് ഉണ്ടാക്കാം, തിന്നുന്നതിന് കുഴപ്പമില്ല, കുടിക്കുന്നതിന് കുഴപ്പമില്ല. അന്ന് തന്നെ ആവാതിരുന്നു. അന്ന് തന്നെ ആകുമ്പോഴാണ് അവരുടെ മത ആചാരവുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. ഡിസംബർ 25 അവരുടെ വിശ്വാസം പ്രകാരം യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മകനാണെന്ന് പറയുന്നവർ ശിർക്കല്ലേ പറയുന്നത്. അല്ലാഹുവിന് പങ്കുകാരൊക്കെയല്ലേ? നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റുമോ? നമ്മൾ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൂതനാണെന്നാണ്, അല്ലാഹുവിന്റെ ദാസന് ദൂതനുമാണെന്നാണ്. അപ്പൊ ആ വിശ്വാസമുള്ള നമ്മൾ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് പറയുന്നവരുടെ ഒരു ആഘോഷത്തിൽ നമ്മൾ പങ്കാളികളാവേണ്ട കാര്യം. അപ്പൊ നമുക്ക് അന്ന് കേക്ക് കൊടുക്കണമെന്നൊക്കെ മക്കളോട് പറയുക, ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കഴിയട്ടെ, നാളെ കേക്ക് വേണമെങ്കിൽ മേടിച്ചോ, നിങ്ങൾ 3 ദിവസം കഴിച്ചോ, കുഴപ്പമില്ല. പിന്നെ അവരുടെ വസ്ത്രദാനം ഇവിടെ ഒന്നും അറിയില്ല. ഞാൻ മുമ്പ് തിരുവനന്തപുരം ജില്ലയിലും ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഡ്രസ് കോഡ് ധരിപ്പിക്കുകയാണ്. ചുവപ്പും വെള്ളയും, ചുവപ്പും വെള്ളയും, വെള്ള പാൻറ്റല്ലേ, വെള്ള പാൻറ്റ് ചുവന്ന അല്ലേ, അതല്ലേ? അതെ. അങ്ങനെ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഡ്രസ് കോഡ് ധരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അത് അവിടുത്തെ വഴിക്ക് താമസിക്കാതെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വരുമ്പോൾ മുറയിലെ നമ്മൾ നോക്കണം. നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ പറയണം, എൻ്റെ മക്കൾ അത് തയ്യാറല്ല, മറ്റേ മതസ്ഥരുടെ ആഘോഷ പരിപാടികൾ നമ്മൾ പങ്കെടുക്കണോ? മുസ്ലിമിന് 2 ആഘോഷം വേണം, എൻ്റെ പെരുന്നാൾ അല്ലേ? സ്കൂളിൽ 2 ആഘോഷം നടക്കാറുണ്ട്.
ദിവസം ഇത് ലീവ് കൊടുക്കുന്നു. നമുക്ക് പെരുന്നാളിൽ ഒരു ദിവസം ലീവ്, അത് ഞായറാഴ്ചയാണ് പെരുന്നാളെങ്കിൽ ആ ലീവ് വരുന്നത്, പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ പോകാം. ഒരു ദിവസം നമുക്ക് അധികം തരും. ഓണപരിപാടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പുലി കളിക്കാനും അർത്ഥം വിടാനും ഓരോ പരിപാടിക്കുമായിട്ട് നമ്മളെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിപ്പിക്കും. നമ്മളെ കൊണ്ട് വസ്തു അതിനുള്ള ഓണപരിപാടിക്കുള്ള പൈസയും നമ്മളെ കയ്യിൽ മേടിക്കണം. എല്ലാവരും മേടിക്കും. അതിനിപ്പോൾ ഈ ക്രിസ്മസിനെ പോലെയാണ് ആനുവൽ ഫീ, അതെന്തൊക്കെ പറഞ്ഞിട്ട് വേറെ വകുപ്പുകളൊക്കെ പറയും. എന്നിട്ട് അവർ മേടിക്കും, കേക്ക് കൊടുക്കാൻ അത് ജനങ്ങൾക്ക് കൊടുക്കരുതെന്ന് അറിയാം. നമുക്ക് രണ്ടാഘോഷം പെരുന്നാളുണ്ട്. ഈ പെരുന്നാളിന്റെ പേരിൽ ഒരു മുട്ടായി പോലെ നാളിതുവരെ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഓണത്തെ പൈസ കൊടുക്കുന്നത് ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കാൻ പോകണില്ല, ഏതെങ്കിലും ഒരു പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർമാരെ മോനെ എന്റെ പെരുന്നാളല്ലേ മുട്ടായി മുട്ടായിയുടെ തൊലികളിൽ നിങ്ങൾ ആർക്കാണ് ഇന്നെന്ത് നമ്മൾ അവരുടെ മുന്നിൽ നമ്മുടെ നട്ടലിങ്ങനെ വളർച്ചിട്ട് ഞാൻ ഒന്നരാളെ കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ നിവർന്ന് നിന്ന് കാണിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ വിടാതിരിക്കുന്നത് നമ്മുടെ പ്രതിഷേധം കൂടിയാണ്. മനസ്സിലായില്ല? നമുക്കിപ്പോ അങ്ങനെ പിന്നെ പെരുന്നാളിൽ തന്നെ ബിരിയാണി വെച്ചാൽ നമ്മൾ പറയുന്നില്ല, നമുക്കെല്ലാം കുറച്ചൊന്ന് നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിനവർ നിർബന്ധിക്കുന്നു? അവരുടെ മത ആചാര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളെ എന്തിനു നിർബന്ധിക്കുന്നു? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ പള്ളി പറഞ്ഞിരുന്നപ്പോൾ ഞാനൊരു പാർട്ടിക്കാരനാണ്, നിങ്ങൾ വേറെ പാർട്ടിക്കാരൻ. അപ്പൊ നിങ്ങളെ പാർട്ടിയുടെ യോഗത്തിന് വിളിച്ചാൽ ഞാൻ പറഞ്ഞോ, നിങ്ങൾ നിർബന്ധം കളിക്കാൻ പറ്റൂ? കാരണം നിങ്ങളെ പാർട്ടിക്കാരനല്ലല്ലോ എന്ന് കരുതി ഞാൻ വന്നിതായി നിങ്ങൾക്ക് എന്നോട് വല്ല വിഷമം ഉണ്ടാവും? കാരണം ഉണ്ടാവില്ല. എന്റെ പാർട്ടിക്കാരനാണ്, അത് വേറെ പാർട്ടിയാണ്. ഉസ്താദ് വരാത്തല്ല, നമ്മളോടുള്ള വ്യക്തിപരമായിക്കൊണ്ട് വരാത്തതല്ല, അത് വേറെ പാർട്ടിക്കാരനായതുകൊണ്ട് വരാത്തതാണ്. അപ്പൊ എന്ന ഒരു നിലയിലേക്ക് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ ഈ പരിപാടിക്ക് വരാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിടുകയില്ല എന്ന് തന്നെ നിർബന്ധമായിട്ട് പറയുന്നതിലേക്ക് നീ അങ്ങനെ നിർബന്ധിക്കാൻ സ്കൂളുകളുണ്ടെങ്കിൽ മാറ്റം, വേറെ എത്രയോ നല്ല സ്കൂളുകളുണ്ട്. ഇതൊരു തുടക്കമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നീടാണ് നമ്മൾ നിക്കാബിലും ഹിജാബിലും ഒക്കെ പഠിക്കുന്നത്. ഇപ്പൊ നിക്കാബ് ഹിജാബ് മുസ്ലിമിന്റെ പേര് ഉണ്ടെങ്കിൽ തല്ലിക്കൊല്ലുന്ന കണ്ടില്ലേ? ഒരു പാവപ്പെട്ടവന് രാമനാരായണൻ അടിച്ചു, ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, മുസ്ലിമാണെന്ന് ഉറപ്പിച്ചില്ല, അടിച്ചു കൊന്നവർ. പണ്ടൊക്കെ മുസ്ലിമിന്റെ താടി തൊപ്പി കണ്ടാണ് കൊല്ലുന്നത്, മുസ്ലിമാണെന്ന് സംശയം തോന്നിയാൽ തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സൂക്ഷിക്കേണ്ട നിലയിൽ സൂക്ഷിക്കുക, നമ്മുടെ മക്കളെ ആ നിലയ്ക്കുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഒരു ദിവസം കുട്ടിയുടെ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടി വൈകിട്ട് 4 മണിക്ക് വരും. ചില കുട്ടികൾക്ക് രാവിലെ ട്യൂഷൻ വന്ന്, ചില കുട്ടികൾക്ക് വീട്ടിൽ വന്ന് മദ്രസയിൽ ഒരു 1-1.5 മണിക്കൂർ കഷ്ടിച്ച് വന്നിരുന്ന് പോകുന്നൊരു സാഹചര്യമാണ്. ഇത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടി ട്യൂഷന് പോകുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ സ്കൂളിൽ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു, സ്കൂൾ പഠനത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് 6 മണിക്കൂർ സ്കൂളിൽ, 2 മണിക്കൂർ ട്യൂഷൻ, 8 മണിക്കൂർ പഠനം. മദ്രസയിലാണ്, മദ്രസയിൽ 1 മണിക്കൂർ കിട്ടിയാൽ അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ നിങ്ങൾ എന്റെ മുമ്പിൽ കിട്ടാനല്ല, ഈ 1 മണിക്കൂറിൽ നിങ്ങൾ എത്ര നേരമാണ് ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അത് പഠിക്കുന്ന ആ ടൈം എന്ന് പറയുന്നത്. നോക്കുന്നത് ഈ 1 മണിക്കൂർ ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ആകെ പിള്ളേർ തുറന്നു നോക്കുന്നത്. ചില കുട്ടികളുടെ വീട്ടിൽ നോക്കുന്നവരുണ്ട്. ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ട് സുലൈമാൻ അലൈഹിസ്സലാം വടിയും കുത്തി ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് പഠിക്കുന്ന സമയത്ത് ജിന്നുകൾ പണി നിർത്തുമ്പോൾ ഇങ്ങനെ വടിയും കുത്തി മരിച്ചിട്ട് ഇങ്ങനെ നിന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാമോ? ബൈത്തുൽ മുഖദ്ദസ് ഈ ജിന്നുകളെ പണിയിപ്പിക്കുകയാണ്. അപ്പൊ ജിന്നുകൾ ഇങ്ങനെ പണിയണമെന്നുണ്ടെങ്കിൽ സുലൈമാൻ നബി ഉണ്ടെങ്കിൽ ജിന്നുകൾ പണിയും. ആ സമയം പിന്നെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാനായിട്ട് അസ്രാഈൽ അലൈഹിസ്സലാം വന്നു. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞ റൂഹ് പിടിച്ചോ, പക്ഷെ ഞാൻ മരിച്ചത് ഈ ഇരിക്കുന്ന ജിന്നുകൾ തോന്നി കഴിഞ്ഞാൽ പണി തോന്നി കിട്ടാൻ പോകും. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഉമ്മാൻ അറിയുന്നത് പണി തോന്നിയാണ് പണി എടുത്തിങ്ങനെ വെച്ചിട്ട് വലിയ സാഹചര്യം സുലൈമാൻ അലൈഹിസ്സലാം വർഷങ്ങൾ കഴിഞ്ഞ് വടി കുഴപ്പമില്ല, ആള് മരിച്ചു, ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ വടി സാധിക്കില്ല. ഈ വടിയിൽ ഈ ചിതല് കയറി വടി ഒടിഞ്ഞ് സുലൈമാൻ നബി തലയിൽ വീഴുമ്പോഴാണ് പണി പറ്റിയ പെട്ടി
പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഈ ആത്മീയ വിദ്യാഭ്യാസം ഇല്ലാതെ നാളെ നമ്മുടെ മക്കള് നമുക്കെതിരായി മാറുന്ന സാഹചര്യം ദുനിയാവിലും ഉണ്ടാകും, ആഗ്രഹത്തിലുണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ മക്കൾ ചരിത്തിരുത്തി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സ്നേഹത്തോടു കൂടി അവർക്ക് കൊടുക്കും. അതുപോലെ നമ്മുടെ സാഹചര്യങ്ങൾ നിസ്കാരമില്ലാത്തവരെ ഞാനിങ്ങനെ കൈവക്കിച്ച കുട്ടികളോട് വീട്ടിൽ ഉമ്മമാരെ നിസ്കരിക്കാത്ത ആരൊക്കെ ഉണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ കൈവക്കി. പ്രശ്നമായിട്ട് എല്ലാവർക്കും നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് വീട്ടിലെ നിസ്കാരമില്ലാത്ത കൈവക്കി. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നവരാണ് നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കും. ശരിയല്ലേ? നമ്മളെ കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നോക്കിയിട്ടവര് ചെയ്യും. അതാണ് നമ്മളെ. അപ്പോൾ നമ്മുടെ മക്കളുടെ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണുമ്പോൾ അവരുടെ കഴിയിൽ അതിനൊക്കെ മാറും. പോരായ്മകളില്ലാത്ത ഉണ്ടാവില്ല, ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പോരായ്മകളില്ലാത്ത നിങ്ങൾ ഈ ഭിത്തിയോട് നോക്കിയേ, ആ സൈഡിൽ ഒരു മിനിറ്റ് നോക്കും. എന്തെങ്കിലും കാണുമ്പോൾ നോക്കിയാൽ ആ മൂലയ്ക്ക് ഈ മൂല വരുന്ന നോക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നത്. ഓക്കെ അല്ലേ? നോക്കി തീർന്നു കഴിയും. ക്യാമറ ഉണ്ട്, പിന്നെ ക്ലോക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങളും തന്നെയുണ്ട്. ആ വേറെ വല്ലതും വേണ്ട. അങ്ങനെ കുറേ കാഴ്ചകൾ നമ്മളവിടെ അല്ലേ? നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഒന്നും കണ്ടില്ലേ? ഇത്രയും സാധനം ഉണ്ടായിട്ട് നിങ്ങളൊന്നും കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ മാറാതെ കണ്ടു, ക്യാമറ കണ്ടു, ക്ലോക്ക് കണ്ടു, ലൈറ്റ് കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ ഇവിടെ കാണേണ്ട വലിയൊരു കാഴ്ച നമ്മൾ ഇല്ല. ഇതിനേക്കാളും വലിയ ഒരു കാഴ്ച കണ്ടു. ആ ഭിത്തി നിങ്ങൾ ആരെങ്കിലും ഭിത്തിയിലിരിക്കുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ മക്കളിൽ കുറേ നല്ല ഗുണങ്ങളുണ്ട്. അത് നമ്മൾ കാണുക. നമ്മൾ മക്കളിലുള്ള ചെറിയ ചെറിയ വീഴ്ചകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥരായിരിക്കുക. നമ്മുടെ മക്കളെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ ആ വലിയ വിദ്യാഭ്യാസം നല്ല ഒരു സാധ്യത, ഒരു മൂല്യം നമ്മുടെ മക്കളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ മക്കൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ സജീവ പോണം. അപ്പോൾ അതിന് കഴിയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനായിട്ട് മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ കുട്ടികളുടെ പഠനവുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എല്ലാ ഞായറാഴ്ചകളും കുട്ടികൾക്ക് 10 മണിക്ക് ക്ലാസ് ശനിയാഴ്ച അതായത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം.
അതെ ഇടയ്ക്കിടയ്ക്ക് അതെ ശ്യാമൽ സാറേ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേ ദിക്റുകൾ ദുആകൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം കണ്ടെത്തിയിട്ട് അത് ചോദിക്കും. മുൻകൂട്ടി അവരോട് പറഞ്ഞു വിടണം. നിസ്കാരത്തിൻ്റെ അത്തഹിയാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, പഞ്ചായത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. അത് ഞാൻ അന്ന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പറഞ്ഞു വിട്ടാൽ അവരത് ആ ദിവസം പഠിച്ചുകൊണ്ട് വരും. അപ്പോൾ അന്ന് നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം കണ്ടെത്തിയിട്ട് നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ദുആകൾ കൂടുതൽ അറിയില്ല. സംഭവം ശരിയാണ്. ഞാൻ മുമ്പ് നിന്ന മദ്രസയിലെ കുട്ടി സുജൂദിന്റെ കാര്യം പറഞ്ഞു. സുജൂദിൽ പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു. ലാസ്റ്റ് 2ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു മോളെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വീട്ടിൽ ഉമ്മാക്ക് റെയിൽവേ ഉദ്യോഗസ്ഥയാണ്, പിന്നെ ഉമ്മ സ്കൂളിലാക്കിയാണ്, കിടത്തയാണ്, പിന്നെ വാപ്പാക്ക് വേറെ എയർഫോഴ്സ് ചെയ്ത് ജോലിയുണ്ട്. കുട്ടിയെ കൂടെ നിശ്ചയിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ സുജൂദ് കാണുന്നത് പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ 7 മണി മുതൽ 9 മണി വരെ മദ്രസ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ റെസ്റ്റ് ടൈമിലാണ് ഞാൻ തരുന്നത്. വീണ്ടും വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും കാര്യം ചെയ്താണ് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് മദ്രസയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കാം. അതെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഏത് സമയത്തും ഉണ്ട്. അല്ല വേറെ സ്കൂളിൽ അവർ ടൈം ഒരുപാട് ചെലവഴിക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരെ കാറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് വരെ ഒറ്റ പോകാം. അതുകൊണ്ട് നമ്മളുമായിട്ട് കുറേ നേരം അവരെ അടുക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. പിന്നെ കുട്ടികളുടെ പരീക്ഷ ആയിരിക്കുകയാണ്. പരീക്ഷയുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ റിവിഷൻ എല്ലാ ക്ലാസ്സുകളിലും റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. 6ാം ക്ലാസ്സിൽ മാത്രമേ 1-2 പാഠങ്ങൾ ചെയ്യാനുള്ളൂ. കാരണം ഒറ്റയ്ക്ക് രാവിലെ 6, 7, 8, 9 ഒറ്റയ്ക്ക് പഠിപ്പിക്കണം. അതുകൊണ്ട് പിന്നെ കുറച്ച് അഡ്മിഷൻ ഇല്ലാതെ സാഹചര്യം കുറച്ച് പാഠമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് 2-3 പാഠം ക്ലിയർ ആവും. ബാക്കി റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രക്ഷകർത്താക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്നേ നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം നോക്കിയിട്ട് വരണം. പറയാൻ വളരെ എളുപ്പമാണ്. അല്ല രണ്ടിടത്തും കൂടെ സ്നേഹം കൊടുത്ത് തോന്നിക്കും. ഒരിടത്ത് ചെറിയ പേടി കൊടുക്കണം. എന്നാലേ കാര്യമാണ്. ചെറിയ ക്ലാസ്സുകൾ, അതായത് UK 1-ാം ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് നമ്മൾ ബുക്കിൽ ഒന്ന് ഓരോ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ എഴുതി കൊടുക്കും അല്ലേ. അങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ച പഠിപ്പിച്ച ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് കുട്ടികളോട് പറയുമ്പോൾ അവർ എഴുതും. അപ്പോൾ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പെൺകുട്ടികളാണ് സാധാരണ എല്ലാ ക്ലാസ്സിലും ആൺകുട്ടികളാണ് കുറച്ച് എഴുതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2ാം ക്ലാസ്സിൽ ആൺകുട്ടികളുടെ കുറച്ച് എഴുതുന്നവരാണ്.
അല്ലേ ബാലൻസ് മനസ്സിലാക്കാം. നമുക്ക് എത്ര വേണ്ട അതില് എത്ര വരും അവരുടെ ഗെയിം 54 ഇതിന് അടുത്തേക്ക് വിളിക്കുമ്പോൾ ഈ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പത്താവും. പിന്നെ അതോടുകൂടി നിർത്തില്ല. അതാണ് മനസ്സിലാകട്ടെ. എത്ര പേരുടെയാണ് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ സാമാന്യ കൂടി ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശം തരികയോ ചെയ്യുന്നുള്ള കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും തരണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾ ആ മക്കൾ നന്നാവാൻ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നന്നാവാനുള്ള ആഗ്രഹമാണ് നിങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ഓരോ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. അതിന് രക്ഷകർത്താക്കളെന്നുള്ള നിലയിൽ നിങ്ങൾ സഹായിച്ചാൽ ഞങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ കുട്ടികളൊന്നും പഠിക്കുന്നില്ലല്ലോ. എൻ്റെ കുട്ടികൾ നന്നാക്കാനല്ല വിചാരിക്കുന്നത്. നമ്മുടെ സ്വന്തം മക്കളാണ്. അപ്പൊ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? സമാധാനം ചെയ്യാം. പിന്നെ ഞാൻ കരുതിയത് അടുത്ത വ്യക്തിക്കാണെങ്കിൽ പിന്നെ ഒരു ചായ വരുന്ന ആളുകൾ ചായ കൊടുക്കാമെന്ന് കരുതിയാണ്. അപ്പൊ ഇനിയിപ്പോ 20 പേര് ഞാൻ കണ്ടു. അടുത്ത 10 പേരാകുമ്പോൾ ഞാൻ 20 ചായ 20 കഴിയുമ്പോൾ മനസ്സിലായിരുന്നു. അത് ശരിയാണ്. വലിയ സന്തോഷം ചെയ്യുന്നല്ലോ എല്ലാ ആളുകളാകുന്നതിന്. അപ്പൊ അവരുടെ ഇനി അടുത്ത വീട്ടിൽ വേണോ വേണ്ടെന്നുള്ള കാര്യം ഞാൻ ആലോചിക്കാം. അല്ലേ സാർ? ആളില്ലാതെ ഞാൻ സംസാരിച്ച കാര്യം ഞാനിന്ന് പറഞ്ഞ ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ മനസ്സിലായോ? ഉപയോഗം ഉണ്ടാവും. ഈ ക്ലാസ് ഞാൻ പുറത്ത് പോയി എടുത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ 7000 ഇത് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ മൊട്ടിവേഷൻ ക്ലാസ്സിൽ പോലെയാണ്. ഈ ക്ലാസ് പക്ഷെ വിളിക്കാൻ ആരെങ്കിലും വിളിച്ചാലേ പോകാൻ പറ്റും. അല്ലാതെ എവിടെയെങ്കിലും പോയി പറഞ്ഞിട്ട് അറിയില്ല. സദസ് ഉണ്ടെങ്കിൽ അവിടെ പോയെന്ന് പറഞ്ഞാൽ 14 രൂപ ഈ ക്ലാസ് പറയുമ്പോൾ 1.5 മണിക്കൂർ എടുക്കും. എനിക്ക് ഇവിടെ ഞാൻ ഒന്നുമില്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ അതേ പൈസ ഇല്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇതിൽ പങ്കെടുക്കാൻ പോലും ആരുമില്ല. എന്താ സജീവസാറെ ഉണ്ടോ? ഇല്ല. അതെ. അപ്പം അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനാണ് എന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരും വീട്ടിൽ അള്ളാഹു തൗഫീഖ് നൽകുവാനാണ്. അള്ളാഹു എല്ലാ രക്ഷകർത്താക്കളെ സ്വീകരിക്കട്ടെ. മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാകട്ടെ. എൻ്റെ കുട്ടികളുടെ പ്രസിദ്ധ വിഷയം വളരെ ഓരോരുത്തർ തന്നെ കേൾക്കണം. 1-2 കുട്ടികൾ നല്ല ടൈറ്റ് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അത് ഞാൻ ആളെന്ന് പറയുന്നില്ല, വൈകുന്നേരം വരുന്ന ക്ലാസ്സിലുള്ള ചില കുട്ടികളാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ പർദ്ദയൊന്നുമല്ല, പർദ്ദയല്ല, ചുരിദാറുമല്ല, നിലയിലുള്ള നല്ല ശരീരം ഇതുപോലെ വ്യക്തമാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ അതൊക്കെ ധരിച്ചുകൊണ്ട് വരുന്ന ചിലപ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം ഉണ്ടാവുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മദ്രസയിലാണ് വരുന്നത്. പിന്നെ പല കുട്ടികളുടെയും പർദ്ദയുടെ കാര്യം ഇങ്ങനെ കുട്ടിൻ്റെ തൊട്ട് താഴെ വരിക. അതായത് 2ാം ക്ലാസ്സിൽ വരുന്ന പർദ്ദയാണ് ഇപ്പോൾ 6ാം ക്ലാസ്സിൽ ഇട്ടുകൊണ്ടിരിക്കും. കുട്ടി വളർത്തുന്നുള്ള കാര്യമൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ആ രീതിയിലുള്ള പർദ്ദ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കുമാറാകട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പിന്നെ നമുക്ക് നിർത്താൻ പറ്റാം. സ്വലാത്തോ കൂടി ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി എല്ലാവരും